പരിശുദ്ധ ദൈവമാതാവിൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള ഓരോരോ രക്ഷാകര സംഭവങ്ങളെക്കുറിച്ചും ഒപ്പം തന്നെ ഈ ഓരോരോ രക്ഷാകര സംഭവങ്ങളെ മുൻനിർത്തി പരിശുദ്ധ ദൈവമാതാവ് പ്രകടിപ്പിച്ച പ്രത്യേക ദൈവിക പുണ്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൽ തന്നെ ഇന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് സഭയുടെ വിശ്വാസ സത്യമായ പരിശുദ്ധ ദൈവമാതാവിനോടനുബന്ധിച്ചിട്ടുള്ള വിശ്വാസ സത്യമായ പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണത്തെ പറ്റിയാണ്. അതിൽ തന്നെ നമ്മൾ ഒന്നാമതായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ ശരീരം ഭൂമിയിൽ അഴുകാൻ ദൈവം അനുവദിച്ചില്ല എന്നതിനെപ്പറ്റിയും, രണ്ടാമതായിട്ട് ആത്മശരീരങ്ങളോടെ പരിശുദ്ധ ദൈവമാതാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ പറ്റിയും, മൂന്നാമതായിട്ട് ഇങ്ങനെ ഉയർത്തെഴുന്നേറ്റ ദൈവമാതാവിനെ മനുഷ്യരാശിക്ക് മുഴുവനും ഒരു ശരണമായി ദൈവം ഉയർത്തിയതിനെ പറ്റിയാണ്. കാരണം നമുക്കെല്ലാവർക്കും ദൈവമാതാവ് ഒരു സങ്കേതമാണ്. ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ദൈവമാതാവിൻ്റെ ശരീരം ഈ ഭൂമിയിൽ അഴുകാൻ ദൈവം അനുവദിച്ചില്ല എന്നതിനെ പറ്റിയാണ്. കാരണം ഒന്നാമതായിട്ട് അമലോത്ഭവം എന്ന വലിയ പുണ്യത്താൽ അലങ്കൃതയായിരുന്നു ദൈവമാതാവ്. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ചവളാണ് ദൈവമാതാവ്. രക്ഷകൻ്റെ അമ്മയാകാൻ തിരഞ്ഞെടുത്തത് കാരണം ഉത്ഭവ പാപമെന്ന വലിയ ദോഷത്തിൽ നിന്ന് മുക്തയായിരിക്കാൻ ദൈവപിതാവ് അവളെ അനുവദിച്ചു. അതുകൊണ്ട് തന്നെ ഒരു പാപം പോലും ചെയ്യാതെ പുത്രനോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് ഈ ഭൂമിയിൽ ആയിരുന്നിടത്തോളം കാലം ദൈവമാതാവ് ജീവിച്ചത്. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്യുമ്പോൾ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് നീ മടങ്ങും, നീ പൊടിയാണ്, മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ടതുകൊണ്ട് മണ്ണിലേക്ക് തന്നെ പൊടിയായി നീ മടങ്ങുമെന്ന് ഈശോ ദൈവപിതാവിലൂടെ ശാപവാക്ക് പറയുമ്പോൾ അത് രക്ഷകൻ്റെ അമ്മയാകുന്നതിലൂടെ ദൈവമാതാവിന് അതിൽ നിന്ന് മുക്തി കൊടുക്കുകയാണ്. കാരണം അവൾ യാതൊരു പാപവും ചെയ്തിട്ടില്ല എന്നത് തന്നെയാണ്. നമ്മുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു വായിക്കുമ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഈ ഒരു കപ്പാസിറ്റി നമുക്ക് എങ്ങനെ ആർജിക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഇതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് എന്ന് പറയുന്നത്. നമ്മൾ മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് ഒരു നിബന്ധന നമ്മളുടെ മുമ്പിലോട്ട് വയ്ക്കുന്നത്, ഏറെ പ്രത്യേകമായിട്ട് കൗദാശിക ജീവിതം നയിക്കുന്നവരോട് പറയാറുണ്ട്, നിങ്ങളെ കുംഭസാരത്തിൽ ആവർത്തിച്ച് പറയുന്ന പാപങ്ങൾ വെറുത്തുപേക്ഷിക്കണം. ആദ്യഘട്ടത്തിൽ, അതായത് ഉടമ്പടിയുടെ ആദ്യഘട്ടം എന്ന് പറയുന്നത് 90 ദിവസമാണ്. അപ്പോൾ ഈ 90 ദിവസത്തിൽ നമ്മൾ 3 പാപം, കുംഭസാരത്തിൽ ആവർത്തിച്ച് പറയുന്ന 3 പാപം അത് വെറുത്തുപേക്ഷിക്കാൻ തീരുമാനിക്കണം. തുടർന്ന് ഉടമ്പടി പുതുക്കുന്ന പക്ഷം അടുത്ത 3 പാപം ഇങ്ങനെ വെറുത്തുപേക്ഷിക്കാൻ തീരുമാനമെടുക്കണം. ഇങ്ങനെ 1 കൊല്ലം നമ്മൾ ഉടമ്പടിയിൽ വൃത്തിയായിട്ട് ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും ഈ ദൈവമാതാവ് പ്രാപിച്ച ഈ കൃപയിലേക്ക് കുദാശ ജീവിതത്തിലൂടെ നമുക്ക് കടന്നു വരാൻ സാധിക്കും. അക്രൈസ്തവരായ മക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ ലിഖിത നിയമം, അവരുടെ മനസ്സാക്ഷിക്ക് ചേർന്ന വിധം പ്രവർത്തിക്കാൻ ദൈവം എഴുതി വച്ചിട്ടുണ്ട്. ആ ലിഖിത നിയമം അനുസരിച്ച് അവർ മൂവ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആത്മാവിലുള്ള വചനത്താലുള്ള ജ്ഞാനസ്നാനം മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഒത്തിരിയേറെ മക്കൾ പ്രാപിച്ച് ഇവിടെ സാക്ഷ്യം പറയാറുണ്ട്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് ഈ പരിശുദ്ധ ദൈവമാതാവ് പ്രാപിച്ച ഈ ഭൂമിയിൽ തൻ്റെ ശരീരം അഴുകാൻ വിട്ടുകൊടുക്കാത്തൊരവസ്ഥയിലേക്ക് ദൈവമാതാവ് എപ്രകാരമാണോ ഉയർത്തപ്പെട്ടത്, ആ ഒരു സ്ഥിതിയിലേക്ക് ഉയർത്തപ്പെടാൻ വിശ്വാസികളായ നമുക്ക് എല്ലാവർക്കും ഒരു സാധ്യതയുണ്ട് എന്നതിനെ പറ്റിയാണ്. അതിന് നമ്മൾ പാപം വെടിഞ്ഞ് ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കുവാൻ തിരുമനസ്സാകണം. അപ്പോഴാണ് നമുക്ക് ആത്മാവിൽ ഈശോയുമായി ഐക്യപ്പെടാൻ സാധിക്കുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടതിനെ പറ്റിയാണ്. എന്തുകൊണ്ടാണ് ദൈവമാതാവിനെ ആത്മശരീരങ്ങളോടെ എടുക്കപ്പെടാൻ ദൈവപിതാവ് തിരുമനസ്സായത്? അതിൻ്റെ കാരണം
ഈ ഭൂമിയിൽ ആയിരിക്കുന്ന സമയം തൻ്റെ പുത്രനെ പൂർണ്ണമായി അവൾ അനുഗമിച്ചു എന്നതുകൊണ്ടാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 34-ാം തിരുവചനത്തിൽ അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. വചനത്തിൻ്റെ അതായത് ഈശോ തൻ്റെ 1-ാം പീഠാനുഭവ പ്രവചനം നടത്തുമ്പോൾ പത്രോസ് പറയും, നിനക്ക് ഇത് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈശോ പത്രോസിനെ ശാസിച്ച് പറയും, നിൻ്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. എന്നിട്ട് ഈശോ പറയും, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരട്ടെ. അപ്പോൾ ദൈവമാതാവിനെ സംബന്ധിച്ചിടത്തോളം മംഗളവാർത്താ സമയം, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്താണോ അത് എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പറഞ്ഞ ആ ക്ഷണം മുതൽ ഈശോയുടെ ഇഷ്ടം എന്താണോ അത് അനുവർത്തിക്കാനാണ് കുരിശുമെടുത്ത് അനുദിനം പൂർണ്ണമായി രക്ഷകനെ അവൾ അനുയാത്ര ചെയ്തത്. അതുകൊണ്ടാണ് പുത്രനോട് ഏറ്റവും ഐക്യപ്പെട്ടിരുന്ന ഈശോയുടെ ശരീരം തന്നെ ഉദരത്തിൽ മാംസമാക്കിയ അവൾ അഴിയപ്പെടാൻ ദൈവപിതാവ് അനുവദിക്കാതെ അവളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. നമ്മളും ഇതേപോലെ ദൈവഹിതം അതുമല്ലെങ്കിൽ ദൈവവചനം നമുക്ക് വെളിപ്പെട്ട് കിട്ടുമ്പോൾ അത് നടപ്പിൽ വരുത്താൻ എന്തുമാത്രം തീക്ഷ്ണത, തിടുക്കം കാണിക്കുന്നുവോ അത്രമാത്രം കൃപ നമ്മുടെ ജീവിതത്തിൽ അനുദിനം വന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും. നമുക്കറിയാം, ഈ ലോകത്തിൽ ജീവിക്കാൻ ഒത്തിരി കഷ്ടപ്പാടാണ്. എൻ്റെ ജീവിതത്തെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയതാണ്. പരീക്ഷകളിൽ ഉൾപ്പെടാതെ അനുദിനം ദൈവകൃപയിൽ ഒരു സ്വർഗീയ ആനന്ദത്തിൽ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ നടക്കാത്തൊരു വിഷയമാണ്. കാരണം അതൊത്തിരി പാടാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വൺസ് ഈ സ്വർഗീയ ആനന്ദം, ഈ സെലസ്റ്റിയൽ ഗ്ലോറിയുടെ ഒരു മഹത്വമൊക്കെ ഹൃദയത്തിൽ അനുഭവിച്ചു കഴിഞ്ഞാൽ അത് വിട്ടുപോകുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ദുഃഖം വരും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു ദാനമാണ് ഈ സന്തോഷം എന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇത് നിലനിർത്താൻ ഇത്തിരി കഷ്ടപ്പാടാണ് ഈ ഭൂമിയിൽ. പക്ഷേ ദൈവമാതാവിൻ്റെ കരം പിടിച്ചാൽ നമുക്കത് സാധ്യമാണ്. കൃപാസനത്തിൽ പങ്കുവയ്ക്കുന്ന അനേകായിരം സാക്ഷ്യങ്ങൾ അതിന് തെളിവാണ്. പരിശുദ്ധ ദൈവമാതാവ് ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഇന്ന് നമ്മൾ വണക്കത്തിൽ വായിച്ചു കേൾക്കുന്ന പോലെ അക്ഷയത്വം, ലഘുത്വം, സൂക്ഷ്മം, പ്രകാശം എന്നീ മഹിമ പ്രഭാവങ്ങൾ സ്വന്തമാക്കിയതുപോലെ നമുക്കും ഇതേപോലെ ഈ ഒരു അവസ്ഥയിലേക്ക്, മഹത്വീകരിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഉയരാൻ പറ്റും. കാരണം യേശുവിൻ്റെ ഉദ്ധാനം തന്നെ അതിന് തെളിവാണ്. ഈ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. യഹൂദന്മാരെയൊക്കെ ഭയന്ന് കതകടച്ചിരുന്ന അവരുടെ മധ്യത്തിലേക്ക്, അതായത് ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിട്ടുള്ളത് വെൻ ദ ഡോർ വാസ് ഷട്ട് ഡൗൺ ഹി കെയിം ടു ദ റൂം. അതായത് വാതിൽ അടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് ഈശോ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വന്ന് പറഞ്ഞത്, നിങ്ങൾക്ക് സമാധാനമെന്ന്. അപ്പോൾ ഇന്നത്തെ നമുക്കറിയാം, ഇന്ന് കൃപാസനത്തിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ മരിയൻ പ്രത്യക്ഷീകരണ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ലോകത്തിലെ ഒരേ ഒരു ഇടം. കാരണം ഇവിടെ ഒറ്റത്തവണയാണ് ദൈവമാതാവ് 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 മഹിമപ്രഭാവം സ്വീകരിച്ച ഇന്ന് നമ്മൾ വണക്കത്തിൽ വായിച്ച് കേൾക്കാൻ പോകുന്ന സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ദൈവമാതാവ് ഒറ്റത്തവണയാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛന് ഈ അൾത്താരയിൽ പ്രത്യക്ഷയായതെങ്കിൽ അനേകായിരം മക്കളാണ് ഇതിനോടകം സമയ ഘടികാരം നെഞ്ചിൽ ചാർത്തിയ ഈ സിൽവർ ഗ്രേ നിറമുള്ള മാതാവിനെ, തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉടനീളം അനുഗമിക്കുന്ന മാതാവിനെ കണ്ടുമുട്ടിയിട്ടുള്ളത്. അത് മാതാവ് വൃത്തിയായ ജോലി ചെയ്യുന്നുണ്ട്. അതായത് ഈശോയുടെ രാജ്യം വിപുലീകരിക്കാനുള്ള തൻ്റെ രക്ഷകനെ മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുവാൻ, ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് കൈമാറുവാൻ പരിശുദ്ധ ദൈവമാതാവ് ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. അത് ഇവൾ ഈ സ്വർഗത്തിൽ പ്രാപിച്ച മഹത്വത്തിൻ്റെ വലിയൊരു അടയാളമാണ്. കാരണം പരിശുദ്ധ ദൈവമാതാവ് മഹത്വത്തിൻ്റെ അടയാളമാണ്. മൂന്നാമതായിട്ട് നമ്മൾ ധ്യാനിക്കുന്നത്, ഇങ്ങനെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് ഈ അക്ഷയത്വവും സൂക്ഷ്മവും അതുപോലെ തന്നെ പ്രകാശവും ലഘുത്വവും ഒക്കെ പ്രാപിച്ച ദൈവമാതാവിനെ നമുക്ക് ശരണപ്പെടാൻ ഒരു അമ്മയായി ലഭിച്ചിരിക്കുന്നു എന്നതിനെ പറ്റിയാണ് നമുക്ക് സന്തോഷം. കാരണം
അവസാന വിധിയിൽ സംഭവിക്കേണ്ട ഒരു കാര്യമാണ് ഉയർപ്പ് എന്നുള്ളത്. പക്ഷേ ദൈവമാതാവ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ, ഒരു മനുഷ്യനായി ജീവിച്ചിരിക്കെ തന്നെ മരിച്ചതിന് ശേഷം ഉടനടി ഈ ഉയർപ്പ്, സ്വർഗാരോപണം സാധ്യമായെങ്കിൽ അത് ദൈവപിതാവ് അവളുടെ മേൽ ചാർത്തിയ അംഗീകാരമുദ്രയുടെ വലിയൊരു അടയാളമാണ്. അതുകൊണ്ടാണ് നമ്മളും ഈ ദൈവമാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത്. കാരണം നമ്മുടെ മരിയൻ ഉടമ്പടിയുടെ മധ്യസ്ഥ, അപ്രതിരോധ്യമായ മധ്യസ്ഥ എന്ന് പറയുന്നത് ദൈവമാതാവ് തന്നെയാണ്. കൃപാസനത്തിലെ പരിശുദ്ധ ദൈവമാതാവ് സമയച്ചുരുക്കത്തിൻ്റെ വലിയ അമ്മയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഒരു അമ്മ ഇവിടെ പങ്കുവച്ചത് ഇപ്രകാരമാണ്. നമ്മൾ ഈ സാക്ഷ്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത് കൃപാസനത്തിൻ്റെ ഈ പരിസരത്തുള്ള വ്യക്തികളല്ല, ഒത്തിരിയേറെ ദൂരദേശങ്ങളിൽ നിന്നൊക്കെ വരുന്ന വ്യക്തികളാണ്. അതിൽ തന്നെ ഏറ്റവും ടോപ്പ് സാക്ഷ്യങ്ങൾ പറഞ്ഞിട്ടുള്ള വ്യക്തികളെ ഞാൻ എടുത്ത് പരിശോധിച്ച് ഒരു അനാലിസിസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, തൃശ്ശൂരിലുള്ള വളരെ നിഷ്കളങ്കമായ കുടുംബങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ മരിയൻ പ്രത്യക്ഷീകരണ അനുഭവങ്ങൾ ഈ അൾത്താരയിൽ നിന്ന് മാതാവ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ചേർത്തലയിൽ നിന്ന് ഒരു അമ്മ കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞത് ഇപ്രകാരമാണ്. ഞാൻ വൃത്തിയായി വിശ്വാസ ജീവിതം നയിക്കുന്ന ആളാണ്. കുടുംബ യൂണിറ്റിലും അതുപോലെ തന്നെ ഇടവകകളിലൊക്കെ ഞാൻ വളരെ സജീവമാണ്. ഒരു അത്യാവശ്യം നല്ലൊരു ജോലിയുമുണ്ട്. അപ്പോൾ ഈ പെൺമക്കളെ പഠിപ്പിച്ചു, അതുപോലെ തന്നെ വിവാഹം കഴിച്ചയച്ചപ്പോൾ ഈ അമ്മ വലിയൊരു കടക്കാരിയായി മാറി. അപ്പോൾ ഈ അമ്മ പറയുന്ന പ്രകാരമാണ്, ഞാൻ ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോകുന്നുണ്ട്, നല്ലൊരു വിശ്വാസ ജീവിതം നയിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചേർത്തലയിലാണ് എൻ്റെ വീടെങ്കിലും ഒരിക്കലും ഈ കൃപാസനത്തിലോട്ട് കടന്നു വരുന്നത് ഒരു വലിയ കാര്യമാണെന്നോ ഇതൊരു ആവശ്യമാണെന്നോ എനിക്കൊന്നും തോന്നിയിരുന്നില്ല. കൃപാസനത്തെ പറ്റി എല്ലാവരും പറയുന്നത് ഞാൻ കേൾക്കാറുണ്ട്, അത് വെറുതെ ഇങ്ങനെ കേട്ട് കളയും, അത്രമാത്രം. അപ്പം ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു സംഭവം നടന്നു. 1 അല്ല 4 തവണ ഈ അമ്മയുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ വെറുതെ താഴെ വീണു. എപ്പോഴെല്ലാം ഈ മൊബൈൽ നമുക്കറിയാം താഴെ വീണുമ്പോൾ നമ്മൾ എടുത്തു നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ നോക്കും വല്ല പ്രശ്നമുണ്ടോ ഫോണിന്. ഇങ്ങനെ ഡിസ്പ്ലേ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നേരത്ത് ഈ അമ്മ പറയുകയാണ്, 4 തവണയും ഞാൻ കാണുന്നത് കൃപാസന മാതാവിൻ്റെ ഫോട്ടോയോട് കൂടിയ വീഡിയോയാണ് എൻ്റെ മൊബൈലിൽ തെളിഞ്ഞു വന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ നേരിട്ട് കൃപാസനത്തിലോട്ട് വിളിക്കുന്നതാണ് എന്ന്. പരിശുദ്ധ ദൈവമാതാവ് ആ കുടുംബത്തെ അനുഗ്രഹിക്കാനുള്ളൊരു വഴി നോക്കി നിന്നത് ഇപ്രകാരമായ ആ അമ്മ ചെയ്ത നല്ല നല്ല പുണ്യപ്രവർത്തികളുടെ ഒരു ഫലം കൊണ്ട് പരിശുദ്ധ ദൈവമാതാവ് ആ മകളോട് കരുണ തോന്നി ഈ ആലയത്തിലേക്ക് വിളിച്ചതാണ്. അപ്പോൾ അമ്മ പറഞ്ഞത് ഇപ്രകാരമാണ്, ഞാൻ ഈ ഇങ്ങനെ മൊബൈൽ 4 തവണ വീണ് ഇതേപോലെ ഡിസ്പ്ലേയിൽ കൃപാസന മാതാവിൻ തെളിഞ്ഞു വന്നപ്പോൾ പിറ്റേ ദിവസം തന്നെ ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. അന്ന് ഇവിടെ അഖണ്ഡ ജപമാല മഹാറാലി നടക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ ഈ ചേർത്തലയിലായിരുന്നിട്ടും ഈ അമ്മ അറിഞ്ഞിട്ടില്ല ഇത്രയും വലിയൊരു റാലി, 4 ലക്ഷം പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിങ്ങൾക്കറിയാവുന്ന പോലെ ഇപ്പോഴേ തന്നെ ഫ്ലൈറ്റ് ബുക്ക് ചെയ്താണ് ഓരോരുത്തരും ഈ ആലയത്തിലേക്ക് ഒരു റാലിക്ക് വേണ്ടി മാത്രം കടന്നു വരുന്നത്. അപ്പോൾ ഈ അമ്മ പറയുവാണ്, ഞാനിവിടെ ചേർത്തലയിൽ ജീവിച്ചിട്ടും ഇവിടെ ഒരു റാലി നടക്കുന്ന കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇവിടെ വരുന്ന ദിവസം ഇവിടെ അഖണ്ഡ ജപമാല മഹാറാലി നടക്കുന്ന ദിവസമായിരുന്നു. അന്ന് ഈ അമ്മ റാലിയിൽ പങ്കെടുത്തു, പിന്നീട് മരിയൻ ഉടമ്പടി എടുത്തു. അങ്ങനെ ഈ അമ്മ പറയുകയാണ്, ഇതേപോലെ പെൺമക്കളെ പഠിപ്പിച്ച് വിവാഹം കഴിച്ച് അയച്ചതിൻ്റെ പേരിൽ 8 ലക്ഷം രൂപയുടെ കടമാണ് ഈ അമ്മയ്ക്കുള്ളത്. അതാണ് ഈ അമ്മയുടെ പ്രധാനമായ വിഷയം. ഈ കടബോധയിൽ നമുക്കറിയാം, നിങ്ങൾക്ക് ഒരു 1000 രൂപ കടമുള്ള വ്യക്തികൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ കടക്കാരുടെ ഒരു മൈൻഡ്, ഒരു മാനസികാവസ്ഥ. നമുക്കറിയാം, ഒരു 10 രൂപയെങ്കിലും നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനൊരു നൊമ്പരം ഉണ്ടാവും, ഒരു വിഷമം ഉണ്ടാവും. അപ്പോൾ ഈ അമ്മയ്ക്ക് 8 ലക്ഷം രൂപയാണ് കടമുള്ളത്. അപ്പോൾ ഈ അമ്മ ഇപ്രകാരം പറയുകയാണ്, ഉടമ്പടി എടുത്ത് വൃത്തിയായിട്ട് ഉടമ്പടി നിബന്ധനകൾ പാലിച്ചു കഴിഞ്ഞപ്പോൾ 90 ദിവസത്തിനുള്ളിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. അതായത് മകളുടെ ഒരു കൂട്ടുകാരി വീട്ടിലോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഇന്നൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ചിന്തിക്കുകയാണ്, എന്താണ് ഈ സർപ്രൈസ്? അതായത് വിദേശത്തുള്ള UK മകൾ കൊടുത്തുവിട്ട 8 ലക്ഷം രൂപയുമായിട്ടാണ് ഈ മകളുടെ കൂട്ടുകാരി അമ്മയുടെ വീട്ടിൽ വന്നിട്ട് പറയണം, ഇതാ മകള് തന്ന 8 ലക്ഷം രൂപ അമ്മയ്ക്ക് ഞാൻ നൽകുന്നു. അതായത് അവർ തലകുത്തി നിന്ന് ചിന്തിച്ചിട്ടും ആലോചിച്ചിട്ടും പരിഹരിക്കാൻ പറ്റാത്ത കടമാണ്. കൃപാസനത്തിലോട്ട് ദൈവമാതാവ് നേരിട്ട് വിളിച്ച് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ 90 ദിവസത്തിനുള്ളിലാണ് ഈ 8 ലക്ഷം രൂപയുമായിട്ട്
ഈ മകളുടെ കൂട്ടുകാരി ഭവനത്തിൽ വന്ന് ഈ രൂപ കൈമാറുന്നത്. ഇതാണ് സമയച്ചുരുക്കത്തിൻ്റെ ദൈവമാതാവ്. കാരണം പരിശുദ്ധ ദൈവമാതാവിന് ഏത് വിധേനയും നമ്മളെ സഹായിക്കാൻ കഴിയും. പക്ഷേ നമ്മൾ എളിമപ്പെട്ട് പുത്രൻ പറയുന്നത് പോലെ അവിടുത്തെ പൂർണ്ണമായി അനുഗമിക്കാൻ നമ്മൾ തയ്യാറാകണം. ഇന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ഇവിടെ മരിയൻ ഉടമ്പടി ആരാധന നടക്കുന്ന സമയം ഇങ്ങനെ പറയുകയുണ്ടായി, നിങ്ങൾക്ക് പലരും ഉടമ്പടി വിശ്വാസമില്ലാതെയാണ് ഇവിടെ വന്നെടുക്കുന്നത്. നിങ്ങൾ എല്ലാ അനുഗ്രഹപ്പാടുകളിലും പോയി കറങ്ങിയടിച്ചതിന് ശേഷം ഇങ്ങനെ കൊണ്ടുവന്ന് കുറേ നിയോഗങ്ങൾ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഇവിടെ ഈശോയ്ക്ക് സമർപ്പിക്കും. അങ്ങനെയല്ല, ഈശോയ്ക്ക് ഒരു വിഷയം സമർപ്പിച്ചു കഴിഞ്ഞാൽ, ദൈവമാതാവിന് ഒരു വിഷയം പൂർണ്ണമായി വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ, പരിശുദ്ധ ദൈവമാതാവിൻ്റെ സമയത്തെ, ദൈവപിതാവ് നമുക്ക് വേണ്ടി കുറിച്ചു വച്ചിരിക്കുന്ന സമയത്തെ നോക്കി പറക്കണം. അതായത് ദൈവത്തിൽ മാത്രം ശരണം വെച്ച് മുന്നേറണം. അതിനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് തുടർന്നുള്ള വണക്കമാസ നിമിഷങ്ങളിൽ നമ്മൾക്കായിരിക്കാം. ഞാൻ ഒരു ജീവിതാനുഭവം കൂടി പറഞ്ഞു നിർത്തുകയാണ്. ഇന്നത്തെ വണക്കവുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. കാരണം ഇന്നത്തെ വണക്കത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ധ്യാനിക്കുന്നത് പരിശുദ്ധ സ്വർഗാരോപണത്തോടനുബന്ധിച്ചാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ മരിയൻ തപസ് എന്നുള്ള ധ്യാനം ഉണ്ടായി. അപ്പോൾ ഞാൻ ഇവിടെ മരിയൻ തപസ് കൂടാൻ നേരത്ത് ഇടയ്ക്കൊക്കെ വന്ന് ഇടയ്ക്കല്ല അഖണ്ഡ ജപമാല ദിവസം മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ കൂടെ താമസിച്ച് ധ്യാനിക്കുന്നവരുടെ കൂടെ ഞാനിരുന്ന് അഖണ്ഡ ജപമാല ചൊല്ലും. ഇപ്രകാരം അഖണ്ഡ ജപമാല ചൊല്ലുന്ന ഒരു ദിവസം ഇതേപോലെ ഒരു ഡക്കറ്റ്, ഒരു രഹസ്യം ഗ്യാപ്പ് വന്നു. അപ്പോൾ ഗ്രൂപ്പിലെ ലീഡർ ചോദിച്ചു, ഏത് രഹസ്യം ചെല്ലണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള രഹസ്യം പരിശുദ്ധ ദൈവമാതാവ് ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായിട്ട് സ്വർഗത്തിലേക്ക് എടുത്തപ്പോൾ മുടി ധരിക്കപ്പെട്ട ആ ഒരു രഹസ്യമാണ്, നമുക്കത് ധ്യാനിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ജീസസ് യൂത്തിൻ്റെ ഒരു മിനിസ്ട്രിയിൽ ലൈവായിട്ടുള്ളൊരു മകനായിരുന്നു എൻ്റെ ലീഡർ. അപ്പോൾ ആ മകൻ ഇതേപോലെ ഈ രഹസ്യം ധ്യാനിച്ചു കഴിഞ്ഞപ്പോൾ ആ മകൻ വ്യക്തമായിട്ട് അന്നത്തെ ഈ കോൺഫറൻസ് എന്ന് പറയും, ഷെയറിങ്ങിൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ആ മകൻ പറയുകയുണ്ടായി, നമ്മൾ ഈ രഹസ്യം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ സ്വർഗീയ ദർശനം, പരിശുദ്ധ ദൈവമാതാവിനെ സ്വർഗത്തിൽ മുടി ധരിപ്പിച്ച അതേ ദർശനവും റോസാപ്പൂക്കൾ വർഷിക്കുന്നതും ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, ജീവിക്കുന്ന ഒരു അമ്മയാണ് നമുക്കുള്ളത്. നമുക്ക് തൊട്ട് പിടിച്ച് അനുഭവിക്കാവുന്ന, കൂടെ നടക്കുന്ന ഒരു മാതാവ്, അതാണ് സഞ്ചാരി മാതാവ്. അതായത് മഹിമ പ്രാപിച്ച ദൈവമാതാവ്, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട, സ്വർഗാരോപണം ചെയ്ത ദൈവമാതാവ്. ആ അമ്മയുടെ സാന്നിധ്യം നമുക്ക് ഒരമ്മയെ പോലെ എല്ലാം തുറന്നു പറയുന്ന ആ ഒരു വലിയ അമ്മയുടെ സാമീപ്യം നമുക്കും അനുഭവിക്കാൻ പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാം, അമ്മയുടെ കുഞ്ഞുങ്ങളായി വളരാം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ആവേ മരിയ.